പാർട്ടിക്ക് ഓട്ടോറിക്ഷ തന്നെ ചിഹ്നമായി ആവശ്യപ്പെടുമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ചെയർമാൻ പി.ജെ. ജോസഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആവശ്യം അറിയിക്കും. ഓട്ടോറിക്ഷ ചിഹ്നം സാധാരണക്കാരുമായി ബന്ധപ്പെട്ടതാണെന്നും പി.ജെ. ജോസഫ് പറഞ്ഞു. ക്രൈസ്തവ വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്ന ആശങ്കയില്ല എന്നും പി.ജെ. ജോസഫ് കൂട്ടിച്ചേർത്തു. കേരള കോൺഗ്രസ് പാർട്ടിക്ക് സംസ്ഥാന പാർട്ടി എന്നുള്ള അംഗീകാരം കിട്ടുകയാണ്. ഇന്നത്തെ യോഗത്തിൽ നമുക്കൊരു ചിഹ്നം ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് അംഗീകരിച്ച് കിട്ടും. ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് താഴെ മത്സരിച്ച ഓട്ടോറിക്ഷ തന്നെ ആവശ്യപ്പെടണം എന്നുള്ളതാണ് ഉള്ള നിർദ്ദേശം. ഇന്നത്തെ കമ്മിറ്റി അതിനുള്ള തീരുമാനമെടുക്കും. അത് ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കുകയും ചെയ്യും. ക്രൈസ്തവ വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് പോകുന്നത് ആശങ്കയോടെ നോക്കി കാണുന്നുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ആശങ്കയില്ല. ഇപ്പോൾ തൃശ്ശൂർ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതേ സംബന്ധിച്ച് പഠനം നടത്താൻ കോൺഗ്രസ് പാർട്ടി ഒരു കമ്മിറ്റിയെ തന്നെ വെച്ചിട്ടുണ്ട്. കെ.സി. ജോസഫിൻ്റെ നോക്കുന്നത് ഒരു റിപ്പോർട്ട് വരട്ടെ. കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, ഈ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ രണ്ടില ചിഹ്നമില്ലാതെയാണ് ജോസഫ് വിഭാഗം മത്സരിക്കുന്നത് എന്ന കാര്യമാണ് അവിടെ വലിയ തെരഞ്ഞെടുപ്പ് ആയുധമായി ജോസ് കെ മാണി അടക്കമുള്ളവർ ഉന്നയിച്ചത്. അവർക്ക് കൃത്യമായ ഒരു ചിഹ്നം പോലും ഇല്ല എന്നുള്ള കാര്യം. രണ്ടില ചിഹ്നം കിട്ടാത്ത കേരള കോൺഗ്രസിനെ ആളുകൾ അംഗീകരിക്കുമോ എന്ന ആശങ്കയും ആ ഘട്ടത്തിലൊക്കെ ഉയർന്നു. പക്ഷേ ഫലം തിരിച്ചായിരുന്നു. വലിയ വിജയം നേടുന്ന സാഹചര്യം. അപ്പോൾ ഓട്ടോറിക്ഷ ചിഹ്നം തന്നെ തങ്ങളുടെ ചിഹ്നമായി വേണം എന്ന് ഇപ്പോൾ ജോസഫ് വിഭാഗം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ബുദ്ധിപരമായ ഒരു രാഷ്ട്രീയ നീക്കം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും, അല്ലേ? ലക്ഷ്മി, തീർച്ചയായിട്ടും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് ജോസഫ് വിഭാഗം കേരള കോൺഗ്രസിന് രണ്ടില ചിഹ്നം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് ഏറെ ആശങ്കകൾ ഉണ്ടായിരുന്നു. ജനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഏറെ പരിചിതമായിട്ടുള്ള രണ്ടില ചിഹ്നം ഇല്ലെങ്കിൽ അത് പാർട്ടിക്ക് ദോഷകരമായി ബാധിക്കുമെന്ന തരത്തിലൊക്കെ വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച ഓട്ടോറിക്ഷ ചിഹ്നത്തിലായിരുന്നു ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് മത്സരിച്ചത്. പക്ഷേ ആ ചിഹ്നത്തിൽ നിന്നുകൊണ്ട് വിജയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ രണ്ടില ചിഹ്നത്തെ തോൽപ്പിക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വലിയ വിജയം നൽകിയ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പാർട്ടിക്ക് ഒരു സ്ഥിരമായിട്ടുള്ള ചിഹ്നമായിട്ട് ഓട്ടോറിക്ഷ തന്നെ അനുവദിച്ചു തരണമെന്ന ആവശ്യവുമായിട്ട് ഇപ്പോൾ പാർട്ടി നേതൃത്വം മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒപ്പം ഇന്നിപ്പോൾ കോട്ടയത്ത് പാർട്ടിയുടെ നേതൃയോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തീരുമാനങ്ങൾ എടുക്കും. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തങ്ങളുടെ ആവശ്യം അറിയിക്കുക എന്നുള്ള തീരുമാനമാണ് നിലവിലിപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നിലവിൽ കോട്ടയത്തെ വിജയത്തെ അടക്കം വിലയിരുത്തുന്ന ഒരു കാര്യവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അജണ്ടകളും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം ക്രൈസ്തവ വോട്ടുകൾ നിലവിൽ ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്ന തരത്തിൽ ഒരു ആശങ്ക തങ്ങൾക്കില്ല എന്നുള്ള കാര്യം പി.ജെ. ജോസഫ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ തൃശ്ശൂരിലെ തോൽവി അത് പഠിക്കേണ്ട വിഷയം തന്നെയാണ്. യു.ഡി.എഫ് നേതൃത്വം അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനങ്ങൾ നടത്തും, എന്തുകൊണ്ട് തോറ്റു എന്നതിനാൽ. പക്ഷേ കോട്ടയത്ത് അത്തരത്തിലൊരു സാഹചര്യമില്ല. കോട്ടയത്തെ സമീപ ജില്ലകളിലും ക്രൈസ്തവ വോട്ടുകൾ തങ്ങൾക്ക് തന്നെ അല്ലെങ്കിൽ ഒരു യു.ഡി.എഫ് അനുകൂലമായി തന്നെ നിൽക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ജോസ് കെ മാണിക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള വിമർശനങ്ങളും പി.ജെ. ജോസഫിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. പാർട്ടി അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ പാർട്ടിയെ നിലവിൽ കോട്ടയത്തെ ജനങ്ങൾ തള്ളിക്കളയുന്നു, അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള പരാജയവും ഒപ്പം സമീപകാലങ്ങളിൽ ഉണ്ടായിട്ട് ഉള്ള പരാജയവും ജോസ് കെ മാണി വിഭാഗത്തിനുണ്ടായിട്ടുള്ള പരാജയവും ഒക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ആ വിഷയമാണ് എന്നും പി.ജെ. ജോസഫ് ഇന്ന് കോട്ടയത്ത് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പാർട്ടിക്ക് ഔദ്യോഗികമായിട്ട് ഓട്ടോറിക്ഷ ചിഹ്നം അത് സാധാരണക്കാരുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചിഹ്നം തന്നെയാണ് ഓട്ടോറിക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായി സ്വീകരിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, കോട്ടയത്തെ ജയത്തോട് കൂടിയിട്ട് സംസ്ഥാന പദവി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വീണ്ടും തിരികെ ലഭിച്ചിരിക്കുകയാണ്. നേരത്തെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടിരുന്നു. എന്തായാലും ആ ഒരു പദവി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയിട്ടാണ് പാർട്ടിക്ക് സ്ഥിരമായ ഒരു ചിഹ്നം ആവശ്യമായിട്ട് ഇപ്പോൾ പാർട്ടി നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ നൽകിയത്. രണ്ടില ചിഹ്നത്തിനായിട്ടുള്ള ക്ലെയിമിനല്ല കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം എന്നുള്ളത് വളരെ സുപ്രധാനമായ വാർത്തയാണ്. ഓട്ടോറിക്ഷ ചിഹ്നം വേണം. ഇപ്പോൾ വിജയത്തിലെത്തിച്ച ഓട്ടോറിക്ഷ ചിഹ്നം തങ്ങളുടെ ചിഹ്നമായി അനുവദിക്കണമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കും.